സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച പദ്ധതികളുടെ പ്രചരണ ജാഥയ്ക്ക് പെരുമ്പാവൂരിലും കുറുപ്പംപടിയിലും സ്വീകരണം നൽകി. ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കെ.ജെ. ശരത് കുമാർ ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. വയോനന്മ എന്ന പേരിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രചരണ ജാഥയ്ക്ക് പെരുമ്പാവൂരിലും കുറുപ്പംപടിയിലുമാണ് സ്വീകരണം നൽകിയത്. കോടതി വളപ്പിൽ നിന്നും ആരംഭിച്ച പാരാലീഗൽ വോളണ്ടിയർമാരുടെ ജാഥ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കെ.ജെ. ശരത് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ജാഥയിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ രജിത ആർ.ആർ, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി സൗമ്യ നായർ എന്നിവർ പങ്കെടുത്തു. കുറുപ്പംപടിയിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജിയും കുന്നത്തുനാട് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എയിലാണ് ലീഗൽ എയ്ഡ്, നിയമത്തിന്റെ സഹായം എല്ലാവർക്കും, ഭാരതത്തിലെ സിറ്റിസൺസ് ആയ എല്ലാവർക്കും അത് നൽകണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39 എയിലാണ്. അപ്പൊ അതിന്റെ ചുവട് പിടിച്ചിട്ട് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പാർലമെന്റ് 1987 ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്നതിൽ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട്, മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഉണ്ട്, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ ഫോക്കസ് ഏരിയാസിൽ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്നതിനും അവർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. വയോജന ക്ഷേമ പദ്ധതിയുടെ പ്രാധാന്യം ആസ്പദമാക്കി മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി അവതരിപ്പിച്ച സുഹൃതം എന്ന തെരുവു നാടകവും കുന്നത്തുനാട് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ കീഴിലെ പാരാലീഗൽ വോളണ്ടിയർമാരായ ജയേഷ് കുമാർ, വിജയമ്മ എന്നിവർ അവതരിപ്പിച്ച പാട്ടുകളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. പെരുമ്പാവൂർ കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെ ആഘോഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകവും മറ്റു വഴിപാടുകളും ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.